बहुत अच्छे समय के लिए मैं परमेश्वर का धन्यवाद करता हूँ। യേശുക്രിസ്തുവിൻ നിസ്തുല നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. आप सबको यीशु मसीह के नाम से हम स्वागत करते हैं. ദൈവവചനം കേൾക്കുവാൻ വേണ്ടിയുള്ള ഒരു നല്ല അവസരം കർത്താവാകുന്ന യേശു നമുക്ക് നൽകി തന്നിരിക്കുന്നു. और एक बार हमारे जीवन में प्रभु ने अवसर दिया कि हम परमेश्वर के वचन से सुन सके. ഈ വചന ശുശ്രൂഷ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമായി തീരും. हम ऐसा विश्वास करते कि ये वचन की जो सेवकाई आपके जीवन के लिए एक आशीष होगा. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതാണ്. परमेश्वर के वचन उसमें जीवन है. ആ വചനം സ്വീകരിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ ജീവൻ നമ്മിലേക്ക് പകരപ്പെടും. और जब आप उस वचन को स्वीकार करते हैं परमेश्वर की जीवन आप प्राप्त करते हैं. ഈ പ്രത്യേക ശുശ്രൂഷയിൽ ഞങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ആലോചനകൾ ആന്തരിക സൗഖ്യം എന്ന ആലോചനയാണ്. और ये जो खास सभा में आपके बीच में हम वचन को जो बांटेंगे आंतरिक चंगाई विषय पर होगा. മനുഷ്യനുമായുള്ള ബന്ധത്തിൽ മനുഷ്യൻ മനസ്സിന്റെ മേഖലയിൽ ഒരുപാട് സംഘർഷങ്ങൾ അനുഭവിക്കാറുണ്ട്. जो व्यक्ति लोग हैं मनुष्य है वो मन के विषय में बहुत से संकट का सामना करते हैं. ആ സംഘർഷങ്ങളിൽ നിന്ന് പരിഹാരം നേടുവാൻ വേണ്ടി മനുഷ്യൻ സൈക്കാട്രിസ്റ്റിന്റെ അരികിൽ പോകുന്നു, സൈക്കോളജിസ്റ്റുകളുടെ അരികിൽ പോകുന്നു. എന്നാൽ യഥാർത്ഥമാകുന്ന സൗഖ്യം നൽകി തരുവാൻ യേശു ക്രിസ്തുവിനാണ് കഴിയുന്നത്. मनुष्य अपने मन के विषय में बहुत से घाव उनके जीवन में होते हैं. उसके लिए वो साइकियाट्री साइकोलॉजिस्ट उनके पास जाते हैं कि उनको मन में चंगाई को मिले. കഴിഞ്ഞ 20 വർഷക്കാലമായിട്ട് ദൈവവചന പഠനത്തിലൂടെയും അനുഭവത്തിലൂടെയും ശുശ്രൂഷയിലൂടെയും ലഭിച്ച ദൂതുകളും ആലോചനകളും ക്രോഡീകരിച്ചാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുമായിട്ട് ഈ ശുശ്രൂഷകൾ ഈ ദൈവവചനം പങ്കുവെക്കുന്നത്. पिछले कुछ 20 सालों से परमेश्वर के वचन को गहराई से पढ़ने के बाद हम आपके सामने खड़े हैं परमेश्वर के वचन के साथ. വളരെ അവിചാരിതമായിട്ടാണ് ഏകദേശം 19 വർഷങ്ങൾക്ക് മുന്നമേ ഇങ്ങനെയുള്ള ആലോചനകളിലേക്ക് എൻ്റെ ശ്രദ്ധ തിരിഞ്ഞത്. कुछ 19 साल पहले बहुत ही एक्सीडेंटली मेरे जो विचार हैं इस विषय पर गिरा. അന്ന് ഒരു സ്ഥലത്ത് ശുശ്രൂഷിക്കുന്ന സന്ദർഭത്തിൽ ശുശ്രൂഷകൾക്ക് ശേഷമായിട്ട് ഒരു സഹോദരി വന്നിട്ട് എന്നോട് പറഞ്ഞു അവർക്ക് മൈഗ്രെയിൻ തലവേദനയാകുന്നു, 12 വർഷമായിട്ട് മൈഗ്രെയിൻ തലവേദനയാകുന്നു എന്ന്. उन दिनों में मेरी सेवकाई के बाद एक बहन मेरे पास आई और उन्होंने कहा कि उनको माइग्रेन हेडेक होता है. ഞാൻ ആ സഹോദരിയോട് ചോദിച്ചു, 12 വർഷമെന്ന് അവരെന്നോട് പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് എനിക്കൊരു ചോദ്യം ചോദിക്കുവാൻ തോന്നി. ഞാൻ ആ സഹോദരിയോട് ചോദിച്ചു, 12 വർഷങ്ങൾക്ക് മുന്നമേ ഈ മൈഗ്രെയിൻ തലവേദന ഉണ്ടാകുന്ന ആ സമയത്ത് എന്തെങ്കിലും ഹൃദയത്തെ വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായോ? वो बहन आकर बोले कि कुछ 12 साल पहले से उनको ये माइग्रेन के सिर दर्द होता है. तो मैंने उनसे पूछा क्या ये 12 साल के पहले आपके जीवन में ऐसा कुछ कार्य आया है, ऐसा कुछ बात हुआ है जो आपके मन को चोट पहुंचाया है? ആ സഹോദരി അല്പസമയം ചിന്തിച്ചതിന് ശേഷം ഇങ്ങനെ പറഞ്ഞു, ആ ശരിയാണല്ലോ, ആ സമയത്താണല്ലോ എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീയുടെ കൂടെ ഓടിപ്പോയത്. ഞാനും എൻ്റെ മകളും തനിയായി തീർന്നു. ആ സമയം മുതലാണല്ലോ എനിക്ക് ഈ മൈഗ്രെയിൻ തലവേദന ആരംഭിച്ചത്. वो बहन कुछ सोच में पड़ गई और कुछ देर के बाद उसने सोचकर मुझसे कहा कि हाँ पास्टर जी, कुछ 12 साल पहले ही मेरे पति मुझे छोड़कर किसी और स्त्री के साथ वो चली गई, मुझे और मेरी छोटी बेटी को छोड़कर. അപ്പോൾ എനിക്ക് മനസ്സിലായി അവരുടെ ആ തലവേദന ആരംഭിക്കുന്നത് ശരീരത്തിലല്ല, അവരുടെ മനസ്സിനേറ്റ മുറിവിൽ നിന്നാണ് ആ തലവേദന ആരംഭിക്കുന്നത്. तब मुझे ये समझ में आया कि उनके जो सिर में अभी दर्द है वो स्काफ बस सिर का दर्द ही नहीं लेकिन उनके हृदय में जो चोट पहुंचा है उसके कारण ये सिर का दर्द उत्पन्न हुआ है. മൈഗ്രെയിൻ തലവേദന സൗഖ്യമാകുവാൻ ഗുളിക കഴിച്ചാൽ മാത്രം പോരാ, ആ ആന്തരിക മുറിവ് സൗഖ്യമാകേണ്ടത് ആവശ്യമാണ്. अगर वो माइग्रेन हेडेक को जाने के लिए बस दवाई खाना करे ये कोई उसका कुछ नतीजा नहीं मिलेगा, लेकिन आपके मन में जो चोट मिला है वहां पर आपको चंगाई की जरूरत है. ആ സമയം മുതൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കുവാൻ തുടങ്ങി, ഈ ഒരു മേഖല വളരെ പ്രധാനപ്പെട്ട മേഖലകളാകുന്നുവല്ലോ. അതുമാത്രമല്ല ഇതേപോലെ സംഘർഷങ്ങളുള്ള പലരും അവരുടെ അനുഭവങ്ങൾ എന്നോട് പങ്കുവയ്ക്കുവാൻ തുടങ്ങിയപ്പോൾ ഞാൻ വചനത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു. വചനത്തിൽ നിന്ന് പഠനങ്ങൾ സ്വീകരിക്കുവാൻ തുടങ്ങിയപ്പോൾ അങ്ങനെയാകുന്നു
പുസ്തകങ്ങളുടെ സഹായത്തോടുകൂടെ മറ്റു ശുശ്രൂഷകളുടെ സഹായത്തോടുകൂടെ ആന്തരിക സൗഖ്യം എന്ന ഈ ആലോചനകൾ വളർത്തിയെടുക്കുവാൻ കർത്താവ് സഹായിച്ചത്. ഇന്ന് നിങ്ങളിത് കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടുവാൻ പോകുന്നു, അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു. और इसी विषय ऐसे कई विषय मेरे सामने आए जब लोग अपने मन की जो घाव है, उनके मन की जो दर्द को मुझसे कहा, तो मैं समझ में आया कि बहुत सारे लोग अपने मन में अपने जीवन में हुई घटनाओं से पीड़ित है और वचन के सहायता से, और मैंने कई किताबों को पढ़ा और इस विषय में ज़्यादा जानकारी को प्राप्त किया. പ്രഥമമായിട്ട് നമുക്ക് 1 തെസ്സലോനിക്കർ അതിന്റെ 5-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യം വായിക്കാം. सबसे पहले हम वचन में जाएंगे, पहले തെസ്സലോനിക്കോं की किताब उसका 5वां अध्याय उसका 23वां पद को हम पढ़ेंगे. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. 24-ാമത്തെ വാക്യം, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. उस वचन में इस प्रकार से लिखा है, अब शांति का परमेश्वर आप ही तुम्हें पूर्ण पवित्र करे और तुम्हारी आत्मा, प्राण और देह हमारे प्रभु यीशु मसीह के आगमन तक पूरी रीति से निर्दोष और सुरक्षित रखे. ആന്തരിക സൗഖ്യം എന്ന ഈ ആലോചനകൾ പഠിക്കുവാൻ വേണ്ടി പ്രഥമമായിട്ട് നമുക്ക് മാൻ ആൻഡ് ഇൻ ഹിസ് ഇന്നർ സ്ട്രക്ചർ, മനുഷ്യനും അവൻ്റെ ആന്തരിക ഘടനയും എന്ന മേഖലയിൽ ഒരു ഓട്ടപ്രദക്ഷിണം നടത്താം. और आंतरिक जो इनर हीलिंग है, आंतरिक चंगाई के विषय में हम जाने से पहले हम देखेंगे मनुष्य और उसकी जो ढांचा है किस प्रकार से है, उसको हम गहराई में सीखेंगे. അത് പഠിക്കുന്നതാണ് ആന്തരിക സൗഖ്യത്തിന്റെ തുടക്കമെന്ന് പറയുന്നത്. जब उस विषय को हम सीखते हैं तभी हम आंतरिक चंगाई के गहराई में जा सकते हैं. Man and his inner structure, മനുഷ്യനും അവന്റെ ആന്തരിക ഘടനയും. मनुष्य और उसकी ढांचा. ഈ വാക്യത്തിൽ പറയുന്നു മനുഷ്യന് 3 ഘടകങ്ങളുണ്ട്. Man is a trichotomy. മനുഷ്യന് 3 ഘടകങ്ങളുണ്ട്. അവനൊരു ആത്മാവുണ്ട്, പ്രാണനുണ്ട്, ശരീരമുണ്ട്. इस वचन के अनुसार हम देख सकते हैं मनुष्य के अंदर, मनुष्य जो त्रिभागी प्राणी होता है, मनुष्य के अंदर आत्मा, प्राण और देह है. പൗലോസ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും എന്ന 3 ഘടകങ്ങളെ കുറിച്ച് പറയുമ്പോൾ മനുഷ്യന്റെ ആന്തരിക ഘടനയുമായി ബന്ധപ്പെട്ട് മനുഷ്യന് 3 ഘടകങ്ങളുണ്ട്. മാൻ ഈസ് എ ട്രിക്കോട്ടമി. മനുഷ്യനൊരു ആത്മാവുണ്ട്, പ്രാണനുണ്ട്, ശരീരമുണ്ട്. पौलुस जब यहाँ पे कहता है तुम्हारी आत्मा, प्राण और देह, इससे हम समझ सकते हैं एक मनुष्य जो है वो त्रिभागी है, उसमें आत्मा, प्राण और शरीर है. ബാക്കിയാകുന്ന ഈ ശരീരം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ എങ്കിലും നമുക്കൊരു ആത്മാവുണ്ട്. हम बस बाहर के हमारे शरीर को ही देखते हैं, लेकिन हमें समझना है कि हमारे अंदर आत्मा है. യഹോവയാകുന്ന ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ചരിത്രം ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായം 7-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നു. परमेश्वर मनुष्य को बनाया हुआ चरित्र हम उत्पत्ति की किताब 2 अध्याय उसका 7वां पद में देख सकते हैं. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. और परमेश्वर मिट्टी से मनुष्य को बनाया और उसके नाखों में अपने श्वास को फूका. നിലത്തെ പൊടി കൊണ്ടാണ് നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത്. हमारा जो शरीर है वो इस धरती के मिट्टी से, धूल से बनाया गया है. അതിനുശേഷം യഹോവയാകുന്ന ദൈവം മനുഷ്യനിലേക്ക് ഊതി. उसके बाद परमेश्वर उस मनुष्य के नस में फूका. ദൈവത്തിന്റെ വായിൽ നിന്ന് വന്ന ആ ശ്വാസമാണ് മനുഷ്യന്റെ ആത്മാവ്. और परमेश्वर के मुंह से आया हुआ श्वास है मनुष्य के आत्मा. എല്ലാ മനുഷ്യരിലും ദൈവാംശമുണ്ട്. हर एक मनुष्य के अंदर एक परमेश्वर का कण है. ദൈവത്തിൽ നിന്ന് വന്ന ശ്വാസമാകുന്നു മനുഷ്യന്റെ ആത്മാവ്. परमेश्वर से आया हुआ श्वास है मनुष्य के अंदर की आत्मा. ആ ശ്വാസം വന്ന് മനുഷ്യ ശരീരത്തെ തട്ടിയപ്പോൾ ഉളവായതാണ് മനുഷ്യന്റെ പ്രാണൻ. और वो परमेश्वर का श्वास जब वो मनुष्य के शरीर से आकर टकराया
तब उसका प्राण बना. മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനാൽ സൃഷ്ടിച്ചപ്പോൾ തന്നെ ഈ മൂന്ന് ഘടകങ്ങളെ കുറിച്ചുള്ള വിവരണം നമുക്ക് കാണാൻ കഴിയുന്നു. और हम देख सकते हैं कि इसके द्वारा मनुष्य जीवित एक देह हुआ कर वचन में लिखा है. മനുഷ്യനെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ വീണ്ടും നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ യിശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാമത്തെ അധ്യായം 7-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നു. और फिर हम मनुष्य की सृष्टि के बारे में देख सकते हैं यशायाह नबी के किताब उसका 43वां पद उसका 7वां पद में देख सकते हैं. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന എൻ്റെ നാമത്തിൽ വിളിച്ചും എൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ച് നിർമ്മിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക. അവിടെ മൂന്ന് കാര്യങ്ങൾ പറയുന്നു. സൃഷ്ടിച്ചു, നിർമ്മിച്ചു, ഉണ്ടാക്കി എന്ന് പറയുകയാണ്. और वहाँ पे लिखा है हर एक जो मेरे नाम से कहलाते हैं इसको मैंने अपनी महिमा के लिए सृजा है तथा जिसको मैंने रचा और बनाया है. സൃഷ്ടിച്ചത് മനുഷ്യന്റെ ആത്മാവിനെയാണ്. മനുഷ്യന്റെ ആത്മാവിനെ ദൈവം സൃഷ്ടിച്ചു. മനുഷ്യന്റെ ശരീരത്തെ ദൈവം നിർമ്മിച്ചു. മനുഷ്യന്റെ പ്രാണനെ ദൈവം ഉണ്ടാക്കി. इस वचन से हम देख सकते हैं मनुष्य के आत्मा को परमेश्वर ने सृजा, मनुष्य के प्राण को परमेश्वर ने रचा, मनुष्य के शरीर को परमेश्वर ने बनाया. വീണ്ടും എബ്രായ ലേഖനം 4-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിലേക്ക് പോകുമ്പോൾ അവിടെയും കാണുവാൻ കഴിയുന്നു മനുഷ്യന് മൂന്ന് ഘടകങ്ങൾ ഉണ്ട് എന്ന് വചനം അവിടെയും ഉറപ്പിക്കുകയാണ്. हम फिर देख सकते हैं इब्रानियों 4 उसका 12 पद में भी देख सकते हैं मनुष्य के अंदर 3 पद है. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായി തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെയും നമുക്ക് മൂന്ന് ഘടകങ്ങൾ കാണുവാൻ കഴിയുന്നു. ആത്മാവ്, പ്രാണൻ, ശരീരം. हम उस वचन में देख सकते हैं लिखा है क्योंकि परमेश्वर का वचन जीवित, प्रबल और किसी भी दोधारी तलवार से तेज है. वो प्राण और आत्मा, जोड़े और गुंदे दोनों को आर पार बंद करके मन के विचारों तथा भावनाओं को परखता है. यहाँ भी हम देख सकते हैं कि मनुष्य के अंदर आत्मा, प्राण और शरीर है कर നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു കാൽവറി ക്രൂശിലായിരുന്ന സന്ദർഭത്തിൽ जब यीशु मसीह कैलवरी के क्रूस पर था, ആ മൂന്നാണികളിൽ യേശു തൂങ്ങിക്കിടക്കുമ്പോൾ जब उस 3 कीलियों पर यीशु मसीह उस क्रूस पर था, ഏതാണ്ട് 6 മണിക്കൂറോളം യേശു ക്രൂശിലായിരുന്നു. कुछ ऐसे 6 घंटे उस क्रूस पर था. അവിടുന്ന് തന്റെ ആത്മാവിനെ പിതാവിന്റെ പക്കൽ ഏൽപ്പിക്കുവാൻ സമയമായപ്പോൾ जब अपने आत्मा को स्वर्गीय पिता के हाथों में देने का समय आया, ആ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്ന ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 23-ാമത്തെ വാക്യത്തിൽ നമുക്ക് 23-ാമത്തെ അധ്യായം 45-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു കർത്താവ് ആമേന് അത്യുച്ചത്തിൽ ദൈവമന്ദിരത്തിലെ തിരശീല നടുവേ ചീന്തിപ്പോയി യേശു അത്യുച്ചത്തിൽ പിതാവേ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് യേശു പ്രാണനെ വിട്ടു. लूका रचित सुसमाचार उसका 23वां अध्याय उसका 45 और 46 पद में हम देख सकते हैं वहाँ वचन में लिखा है कि क्योंकि सूर्य का प्रकाश जाता रहा वो मंदिर का पर्दा बीच से फट गया और यीशु ने ऊंचे स्वर से पुकार कर कहा, हे पिता मैं अपने आत्मा तेरे हाथों में सौंप देता हूँ. മൂന്ന് ഘടകങ്ങളോട് നമുക്ക് കാണുവാൻ കഴിയുന്നു. യേശുവിന്റെ ശരീരം ക്രൂശിൽ തൂങ്ങിക്കിടക്കുകയാണ്. आप यहाँ देख सकते हैं यीशु मसीह के उस क्रूसीकरण में मनुष्य के तीनों भाग को देख सकते हैं. यीशु मसीह का शरीर उस क्रूस पर अभी लटका पड़ा है. അതിനുശേഷം യേശു പറയുകയാണ് ഞാൻ എൻ്റെ ആത്മാവിനെ പിതാവിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. उसके बाद यीशु मसीह कहता है कि मेरे आत्मा को मैं स्वर्गीय पिता के हाथों में दे रहा हूँ. ഇത് പറഞ്ഞിട്ടാണ് യേശു പ്രാണനെ വിട്ടത്. ये कहने के बाद यीशु ने अपने प्राण को छोड़ दिया. ഒരു വിശുദ്ധൻ എങ്ങനെയാണ് മരിക്കുന്നത്, ഈ ഭൂമിയിൽ യേശുവിൽ വിശ്വസിക്കുന്നവർ എങ്ങനെയാ മരിക്കുന്നത് എന്നതിൻ്റെ ഒരു അടയാളം കൂടിയാണ് യേശുവിൻ്റെ
ക്രൂശീകരണത്തിൽ സംഭവിക്കുന്നത്. एक पवित्र जन, एक व्यक्ति जो यीशु मसीह पर विश्वास करता है, उसका मृत्यु किस प्रकार से होता है कर इस वचन में हम देख सकते हैं. നമ്മുടെ ശരീരത്തിൽ നിന്ന് പ്രാണൻ പോകുന്നതിന് മുന്നമേ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ആത്മാവ് ഈ ശരീരം വിട്ടു പുറത്തിറങ്ങും. हमारे शरीर से हमारे प्राण निकलने के पहले ही हमारे आत्मा हमारे अंदर से निकल जाता है. കാരണം നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവാകുന്നു. क्योंकि हमारे सही व्यक्तित्व हमारा आत्मा है. ഞാനൊരു ആത്മാവാകുന്നു. मैं एक आत्मा हूँ. നിങ്ങൾ കേൾക്കുന്ന ഓരോരുത്തരും ഒരു ഓരോ ആത്മാക്കളാകുന്നു. आप लोग जो सुन रहे हैं, आपको समझना है कि आप एक आत्मा है. അതിനാൽ പ്രാണനെ നഷ്ടമാകുന്നതിന് മുന്നമേ, ശരീരത്തിന് പ്രാണനെ നഷ്ടമാകുന്നതിന് മുന്നമേ ആത്മാവ് ശരീരത്തിൽ നിന്ന് പുറത്തിറങ്ങും. इसलिए शरीर मृत्यु होने से पहले आत्मा हमारे शरीर से निकल जाता है. ആമേൻ. വളരെ വ്യക്തമായിട്ട് ഈ ഭാഗങ്ങളെല്ലാം നമ്മെ ഉറപ്പിക്കുന്ന കാര്യമാകുന്നു. മനുഷ്യന് 3 ഘടകങ്ങളുണ്ട്: ആത്മാവ്, പ്രാണൻ, ശരീരം. और बहुत साफ तरीके से हम इस वचनों के द्वारा समझ सकते हैं कि मनुष्य जो उसमें त्रिभाग है, शरीर, प्राण और आत्मा. വ്യക്തിത്വത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത്, നമ്മുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവാകുന്നു. हमारे जो व्यक्तिगत, हमारे जो हम कौन है कर अगर हम सोचते हैं तो हम बोल सकते हैं कि हम एक आत्मा है. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയുവാൻ കഴിയും, ഞാൻ ഒരു ആത്മാവാകുന്നു, എനിക്കൊരു പ്രാണനുണ്ട്, ഞാനൊരു ശരീരത്തിൽ വസിക്കുന്നു. हम इस प्रकार से कह सकते हैं कि मैं एक आत्मा हूँ, मेरे अंदर एक प्राण है, मैं एक शरीर में वास करता हूँ. എന്നോട് ചേർന്ന് വേണമെങ്കിൽ ഒന്ന് ആവർത്തിക്കുക: I am a spirit, I have a soul, I live in a body. आप मेरे साथ हो सके तो इस प्रकार से कहे, मैं एक आत्मा हूँ, मेरा एक प्राण है, मैं एक शरीर में रहता हूँ. നിങ്ങൾ ഒരു ആത്മാവാകുന്നു. आप एक आत्मा है. ആ സത്യം ഇതുവരെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ ആ സത്യം മനസ്സിലാക്കുക. അത് നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടട്ടെ. अभी तक अगर आपको इस सच्चाई के बारे में आपको समझ नहीं है, आज आपको समझना है कि आप एक आत्मा है. നിങ്ങൾ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ, आप जब यीशु मसीह को अपना उद्धारकर्ता प्रभु स्वीकार करते हैं, നിങ്ങളുടെ ആത്മാവ് പുതിയ സൃഷ്ടിയായി തീരുകയാണ്. आपका आत्मा एक नई सृष्टि बन जाता है. നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ ഇതുവരെ അക്നോളജ് ചെയ്തിട്ടില്ല എങ്കിൽ, നിങ്ങൾ ആ സത്യം തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ, ഈ സമയത്ത് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുക, ഞാനൊരു ആത്മാവാകുന്നു. अभी तक आपने अगर अपने आत्मा को अंगीकार नहीं किया है, स्वीकार नहीं किया है, तो आप खुद अपने आप से कहे कि मैं एक आत्मा हूँ. Amen. I am a spirit, I have a soul, I live in a body. ഞാനൊരു ആത്മാവാകുന്നു, എനിക്കൊരു പ്രാണനുണ്ട്, ഞാനൊരു ശരീരത്തിൽ ജീവിക്കുന്നു. मैं एक आत्मा हूँ, मेरा एक प्राण है, मैं एक शरीर में वास करता हूँ. ഈ 3 ഘടകങ്ങളിൽ നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിക്കുവാൻ പോകുന്നത് നമ്മുടെ പ്രാണനെ കുറിച്ചാണ്, പ്രാണന്റെ സൗഖ്യത്തെ കുറിച്ചാണ്. പ്രാണന്റെ സൗഖ്യമാണ് ആന്തരിക സൗഖ്യം എന്ന് പറയുന്നത്. और ये 3 जो विषय है, शरीर, प्राण और आत्मा, इन दिनों में खासकर हम प्राण के बारे में सीखेंगे. എന്നാൽ പ്രഥമമായിട്ട് നമുക്ക് നമ്മുടെ ആത്മാവിനെ കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം, തുടർന്ന് നമ്മുടെ ശരീരത്തെ കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. लेकिन उससे पहले ये जरूरी है कि हम हमारे आत्मा के बारे में, शरीर के बारे में भी कुछ सीखें. യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നവരുടെ ആത്മാവ് പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുന്നു. जो व्यक्ति यीशु मसीह को प्रभु उद्धारकर्ता स्वीकार किए हैं, उसका आत्मा नया बन गया है. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ലാത്തവർക്കും ആത്മാവുണ്ട്. और जो लोग यीशु को अभी तक स्वीकार नहीं किया, उनके अंदर भी आत्मा है, എന്നാൽ അവരുടെ ആത്മാവ് സജീവമല്ല. लेकिन उनके आत्मा वो कार्य में नहीं है. അവരുടെ ആത്മാവ് പുതിയ സൃഷ്ടിയായി തീർന്നിട്ടില്ല. उनके आत्मा नई सृष्टि नहीं बना है. അവരുടെ ആത്മാവ് ഉറക്കാവസ്ഥയിലാകുന്നു. उनकी जो आत्मा है वो सोने की एक दिशा में है. അവർ ശരീരം കൊണ്ടും മനസ്സും കൊണ്ടും ജീവിക്കുന്നവരാണ് ഈ ഭൂമിയിൽ. वो शरीर और प्राण के साथ इस दुनिया में जीते हैं. 3 ഘടകങ്ങൾ ഉണ്ടെങ്കിൽ പോലും 2 ഘടകങ്ങളെ മാത്രമേ അവർ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ. उनके अंदर 3 भाग तो है, लेकिन जब वो इस धरती पर रहते हैं, बस 2
भाग को ही वो इस्तेमाल करते हैं। എന്നാൽ യേശുവിനെ ഒരാൾ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നതോടുകൂടെ ആ വ്യക്തിയുടെ ആത്മാവ് സജീവമാകുന്നു, ആത്മാവ് പുതിയ സൃഷ്ടിയായി തീരുന്നു. लेकिन एक व्यक्ति जब यीशु मसीह को अपना प्रभु उद्धारकर्ता स्वीकार कर लेता है, उसका आत्मा भी प्रक्रिया हो जाता है. അതാണ് 2 കൊരിന്ത്യർ 5:17 പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, എല്ലാം പുതുതായി തീർന്നിരിക്കുന്നു. इसलिए 2 कोरिन्थियों 3:6 में करता है कि जो कोई यीशु मसीह को स्वीकार करता है वो नया सृष्टि बन गया है. ദൈവത്തിന്റെ വചനം ആ വ്യക്തിയിലേക്ക് വരുമ്പോൾ ആ വ്യക്തിയുടെ ആത്മാവിനെ പരിശുദ്ധാത്മാവ് ജീവിപ്പിക്കുന്നു. ആ വ്യക്തിയുടെ ആത്മാവിൽ ദൈവത്തിൻ്റെതുപോലെയുള്ള ജീവൻ വ്യാപരിക്കുന്നു. जब वो व्यक्ति यीशु के करीब आता है, परमेश्वर का आत्मा उसके आत्मा में आकर उसको परमेश्वर के स्वभाव, उस रीति में उसको बदल देता है. ആ ലൈഫിനെ സോയെ ലൈഫ് എന്ന് പറയാൻ കഴിയും. സോയെ ലൈഫ്, ഗോഡ് കൈൻഡ് ഓഫ് ലൈഫ് ആ വ്യക്തിയുടെ ആത്മാവിൽ വരുന്നു. उस जीवन को ज़ोए लाइफ कर कह सकते हैं, मन परमेश्वर का जैसा जीवन. അങ്ങനെ ആ വ്യക്തി ഒരു പുതിയ സൃഷ്ടിയായി തീരുകയാണ്. പുതിയ സൃഷ്ടി എന്ന് പറയുമ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് അടിവരയിട്ട് നിങ്ങൾ ഉറപ്പിക്കണം. ആദാമിൽ നിന്ന് വരുന്ന ആത്മാവിനെ റിപ്പയർ ചെയ്ത് നന്നാക്കിയെടുക്കുന്നതല്ല പുതിയ സൃഷ്ടി. ആദാമിൽ നിന്ന് വരുന്ന ആത്മാവിൻ്റെ ഒരു തുടർച്ചയല്ല അവിടെ സംഭവിക്കുന്നത്. നിങ്ങളുടെ ആത്മാവ് മൊത്തമായിട്ടും പുതിയ സൃഷ്ടിയായി തീരുകയാണ്. जब एक नई सृष्टि कर जो वचन में लिखा है, आपको समझना है ये आदम से जो आने वाली सृष्टि का एक आगे बढ़ना नहीं है, लेकिन नई सृष्टि का अर्थ है कि पूरे रीति से आप में बदलाव आ गया है. അവിടെ നമ്മുടെ ആദാമിന്റെ ആത്മാവ്, അതിൽ നിന്ന് തുടർച്ചയായിട്ട് വരുന്ന ആ ആത്മാവിന്റെ ഒരു അപ്ഗ്രഡേഷൻ അല്ല സംഭവിക്കുന്നത്, ന്യൂ ക്രിയേഷൻ ആണ് സംഭവിക്കുന്നത്. നമ്മുടെ ആത്മാവിനെ പരിശുദ്ധാത്മാവ് പുതിയ സൃഷ്ടിയാകുന്നു, പുതിയ സൃഷ്ടിയാക്കി തീർക്കുകയാണ്. പുതിയ സൃഷ്ടി എന്ന് പറയുമ്പോൾ നെവർ എക്സിസ്റ്റഡ് ബിഫോർ, അതിനു മുൻപ് ഇല്ലാതിരുന്നത് നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കപ്പെടുന്നു. നമ്മുടെ ആത്മാവ് പുതിയ സൃഷ്ടിയായി തീരുന്നു. तो आपको समझना है कि आदम से आई हुई जो उसके जो स्वभाव है, जो सृष्टि है, उसका आगे जाने का बात नहीं है, उसको लेकर आगे जाने का बात नहीं है, लेकिन उसका एक अपग्रेडेशन भी नहीं है, लेकिन वचन के अनुसार पूरी नई तरीके से, जैसा कभी नहीं था, कभी एक्सिस्ट नहीं हुआ, लेकिन अभी एक नया शुरुआत आपके जीवन में हो रहा है. അങ്ങനെയുള്ള ദൈവമക്കളുടെ ഉള്ളിലുള്ള ഹ്യൂമൻ സ്പിരിറ്റ് അത് ഗോഡ് കോൺഷ്യസ് ആകുന്നു, ദൈവോന്മുഖ ഭാവമുള്ളതാകുന്നു. और ऐसे व्यक्ति जो जिनके जीवन में नया सृष्टि बन गया है, उनके आत्मा हरदम परमेश्वर के प्रति क्रियाशील रहते हैं. നമ്മുടെ ആത്മാവ് ദൈവോന്മുഖ ഭാവമുള്ളതാകുന്നു. നമ്മുടെ പ്രാണൻ സ്വയോന്മുഖ ഭാവമുള്ളതാകുന്നു, സെൽഫ് കോൺഷ്യസ് ആകുന്നു. നമ്മുടെ ബോഡി ലോകോന്മുഖ ഭാവമുള്ളതാകുന്നു, വേൾഡ് കോൺഷ്യസ് ആകുന്നു. हमारे जो शरीर है वो हरदम इस संसार से जुड़ा होता है, संसार के विवेक में या ज्ञान में ज़्यादा तृप्त करते हैं, लेकिन हमारे जो आत्मा है वो परमेश्वर को खोजता है. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, യുവർ സ്പിരിറ്റ് ഈസ് ഗോഡ് കോൺഷ്യസ് ആൻഡ് യുവർ സോൾ ഈസ് സെൽഫ് കോൺഷ്യസ് ആൻഡ് യുവർ ബോഡി ഈസ് വേൾഡ് കോൺഷ്യസ്. और एक बार मैं कहना चाहता हूँ, आपके जो आत्मा है वो परमेश्वर को चाहता है, आपका शरीर इस दुनिया को चाहता है, और आपका जो प्राण है वो स्वयं अपने आप की इच्छा को पूरा करना चाहता है. നമ്മുടെ ആത്മാവ് എങ്ങനെയാണ് ദൈവോന്മുഖ ഭാവമുള്ളതായി തീരുന്നത്? ആത്മാവ് പുതിയ സൃഷ്ടിയായ ആ സമയത്ത് തന്നെ നമ്മുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് വന്ന് വാസം ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ റെസിഡന്റ് ആയി തീരുകയാണ്. हमारे आत्मा किस प्रकार से वो परमेश्वर की खोजी हो जाता है? हमारे आत्मा में परमेश्वर की आत्मा, पवित्र आत्मा आकर वास करता है. പരിശുദ്ധാത്മാവ് വന്ന് നമ്മുടെ ആത്മാവിൽ വസിക്കുമ്പോൾ നമ്മുടെ ആത്മാവിൽ ദൈവത്തിൻ്റെ ജീവനുണ്ട്, നമ്മുടെ ആത്മാവിൽ ദൈവത്താലുള്ള നീതീകരണമുണ്ട്, നമ്മുടെ ആത്മാവിൽ ദൈവത്താലുള്ള വിശുദ്ധീകരണമുണ്ട്.
और परमेश्वर की आत्मा, पवित्र आत्मा जब हमारे अंदर, हमारे आत्मा में वास करते हैं, तो हमें परमेश्वर से जो नीतिकरण मिलता है, पवित्रता मिलता है। ആമേൻ. എഫേസ്യ ലേഖനം 4-ാമത്തെ അധ്യായം അതിന്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. और एफिसियों की किताब उसके 4:22-24 एफिसियों 4 उसका 22 से हम देख सकते हैं, वहाँ पर लिखा है, जब परमेश्वर की आत्मा हमारे अंदर आकर वास करता है, परमेश्वर की आत्मा से हमें नीतिकरण मिलता है, परमेश्वर की पवित्रता हमारे अंदर डाल दिया जाता है। ആമേൻ. ദൈവത്തിന്റെ ജീവനും നമുക്ക് ലഭിക്കുകയാണ്. और परमेश्वर का जीवन भी हम प्राप्त करते हैं। അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ ആത്മാവിന് ഇനി മരണമില്ല. इसका अर्थ क्या है? हमारे आत्मा को और से मृत्यु नहीं है। ശരീരം മരിച്ചാലും ആത്മാവ് മരിക്കില്ല. हमारे शरीर का मृत्यु हो सकता है, लेकिन हमारा आत्मा नहीं मरता। നമ്മുടെ ആത്മാവിൽ ദൈവത്തിന്റെ ജീവൻ ഉള്ളതിനാൽ, പരിശുദ്ധാത്മാവ് അവിടെ വസിക്കുന്നതിനാൽ, ദൈവത്തിന്റെ പ്രകൃതം, ദൈവത്തിന്റെ നേച്ചേഴ്സ് നമ്മുടെ ആത്മാവിലുണ്ട്. हमारे आत्मा में परमेश्वर की आत्मा जब वास करता है, तो हमारे आत्मा में परमेश्वर के स्वभाव हमारे आत्मा में हम प्राप्त करते हैं। നമ്മുടെ ആത്മാവിന് ഉറക്കം വരില്ല. हमारे आत्मा में हमें नींद नहीं आता। ദൈവത്തിന്റെ പ്രകൃതങ്ങൾ നമ്മുടെ ആത്മാവിലുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാവിന് ഉറക്കം വരില്ല, ക്ഷീണം വരില്ല, നമ്മുടെ ആത്മാവിന് ആമേന് അവിശ്വാസമില്ല. നമ്മുടെ ആത്മാവിൽ വിശ്വാസം നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മുടെ ആത്മാവിൽ നിന്നാകുന്നു വിശ്വാസം പുറപ്പെടുന്നത്, ദൈവത്തിൻ്റെതുപോലെയുള്ള വിശ്വാസം പുറപ്പെടുന്നത്, അന്യഭാഷ പുറപ്പെടുന്നത് നമ്മുടെ ആത്മാവിൽ നിന്നാകുന്നു. അങ്ങനെ ഒരുപാട് ദൈവിക ഗുണമേന്മകൾ നമ്മുടെ ആത്മാവിനുണ്ട്. हमारे आत्मा में हम बहुत सारे परमेश्वर के जैसे स्वभाव को प्राप्त करते हैं। हमारे आत्मा में हमें थकावट नहीं होता, हमारे आत्मा में हमें नींद नहीं आता, हमारे आत्मा में हमें विश्वास बढ़ता है। ആദാം ഏദൻ തോട്ടത്തിലായിരുന്നപ്പോൾ, जब एदन के बगीचे में था, ആദാം ഒരു ആത്മ മനുഷ്യനായിരുന്നു, ഒരു സ്പിരിറ്റ് മാൻ ആയിരുന്നു. आदम जो था, एक वो आत्मा में चलने वाला एक व्यक्ति था। അതുകൊണ്ടാണ് ആദാമിന് വസ്ത്രം ധരിക്കേണ്ടതായിട്ട് വന്നില്ല. इसलिए उस समय आदम को कपड़ों की जरूरत नहीं था। സദൃശ്യവാക്യം അതിന്റെ 20-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ हम देखेंगे नीति वचन उसका 20वां अध्याय അതിന്റെ 27-ാമത്തെ വാക്യത്തിൽ മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. और उसका वर्स 27 में हम देख सकते हैं, नीति वचन 20 का 27, मनुष्य का